മുഹമ്മദ് ഫക്കീർ ഉപ്പാപ്പയുടെ മുകളിൽ വെച്ച കൊടി രോഗിയുടെ തലയിൽ വെച്ചാൽ അവര് പൈശാചികമായ ഉപദ്രവങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അത് അളകി എവിടുന്നാണ് വന്നത്, എത്ര വർഷമായി വന്നത്, അതൊക്കെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് പല പ്രശ്നങ്ങളും ഇവിടെ പരിഹാരം കണ്ടു. ഏർവാടിയിൽപ്പെട്ട ഇബ്രാഹിം ബാദിഷ തങ്ങളുപ്പാപ്പാന്റെ സേവകനായിരുന്നു എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ചാവക്കാട് എന്നൊരു സ്ത്രീ വന്നിരുന്നു. കുറെ കാലമായി വീട്ടിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമായി പലവരും കണ്ടു, മാറിയില്ല. യൂട്യൂബിൽ കണ്ട അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എത്തിയതിനു ശേഷം വിഷയങ്ങൾ സംസാരിച്ച് കൊടി വെച്ചിട്ടില്ല, അപ്പക്കന്നെ ആള് വീണുപോയി. വീണതിന് ശേഷം കുറച്ചാളകി വിഷയങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ വന്നിട്ട് 8 വർഷമായി, ഈ കുടുംബം മൊത്തം നശിപ്പിക്കാനാണ് ഞാൻ വന്നത്. അങ്ങനെ ഇവിടെ വന്ന് അരമണിക്കൂറോളം വിഷയങ്ങൾ സംസാരിച്ച് തീർന്നതിന് ശേഷമാണ് ഇവിടുന്ന് ആ കുടുംബം പോയത്. അതിന് ശേഷം ആ പെണ്ണിന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മാഷാ അല്ലാഹ്. നമ്മുടെ തൃശ്ശൂരിന്റെ പരിസരം വന്നവരുണ്ട്. അതല്ലേ? മാഷാ അല്ലാഹ്. ഇബ്രാഹിം ബാദിഷ അവിടെ കേസിലായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പല പേർവാടിയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് പോയാൽ പറയും, മുല്ലക്കർക്ക് പോയാൽ പറയും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നിവരും കേട്ടിട്ടുണ്ട്. അതെ അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ മുല്ലക്കര മക്കാമിലാണ്. നമ്മൾ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് അല്പം ഉള്ളിലേക്കായിട്ടാണ് ഈ മക്കാമുള്ളത്. മുല്ലക്കര മക്കാം എന്ന പേരിലാണ് ഈ മക്ബറ അറിയപ്പെടുന്നത്. വലിയ ഫലങ്ങൾ ലഭിക്കുന്ന, പ്രത്യേകിച്ച് പൈശാചികമായ ഷർറുകൾക്കൊക്കെയും വലിയ ഫലം ലഭിക്കുന്ന ഒരു മക്കാമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ മക്കാമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ അത് കണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരികയും അവർക്ക് പല രൂപത്തിലുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ആ വീഡിയോയിൽ ഈ മക്കാമിൻ്റെ പഴയ രൂപമാണിപ്പോൾ അൽഹംദുലില്ലാ ആ പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച മക്ബറയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. അൽഹംദുലില്ലാ ഏകദേശം പണികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഇവിടെ വരാനുള്ള കാരണം മുല്ലക്കര ഈ മക്കാമിൻ്റെ ആണ്ട് നേർച്ചയാണ്. വെള്ളിയാഴ്ച ഫെബ്രുവരി 2025 ഫെബ്രുവരി 7 മുതൽ 13 വരെ ഇവിടുത്തെ ആണ്ട് നേർച്ച നടക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുകയും ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഉസ്താദുമാരെയും കമ്മിറ്റി ഭാരവാഹികളൊക്കെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒന്നും കൂടെ നിങ്ങളിലേക്ക് ഈ മുല്ലക്കര മക്കാമിനെ കുറിച്ച് ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് അറിയിക്കാനും കൂടെ വേണ്ടിയാണ് ഇപ്പോൾ ഈ മക്കാമിൽ എത്തിയിട്ടുള്ളത്. അല്ലാഹു തആല ഈ മഹാൻ്റെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. ഇവിടുത്തെ ചരിത്രമെന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു മക്കാമാണ്. അതോടൊപ്പം തന്നെ മഹാനായ ഏർവാടി ഇബ്രാഹിം ബാദിഷ ഉപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ കാലക്കാരനാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്. അതോടൊപ്പം തന്നെ മഹാനായ അന്തുർപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് ഈ മക്കാമ് ഹയാത്താക്കിയിട്ടുള്ളത്. ആളുകൾക്ക് ഈ മഹാനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടുത്തെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് മഹാനായ അന്തുർപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. പ്രത്യേകിച്ച് ഇവിടെ പറയാറുള്ളത് പൈശാചികമായ ഷർറുകൾക്കൊക്കെ വലിയ ഫലമാണ്. ഇവിടുത്തെ മക്കാമിലുള്ള കൊടി പിടിച്ചാൽ തന്നെ അത്തരത്തിലുള്ള ഷർറുകളുള്ള ആളുകൾ ഏർവാടിയിലെ പോലെ തന്നെ ഇളകുകയും ആ ഷർറിൽ നിന്ന്, ആ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ സലാമത്ത് ലഭിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഉസ്താദുമാരോടും നാട്ടുകാരോടൊക്കെ ചോദിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കറിയാം. അല്ലാഹു തആല ഈ മഹാൻ്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹ്. അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ പേര് ഹാരിസ് സഖാഫി. പാണ്ടിക്കാട് സ്ഥലം. മുല്ലക്കര മക്കാമിലേക്ക് വന്നിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്.
അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇവിടെ വന്നിട്ട് വലിയ സന്തോഷകരമാണ് എനിക്കുള്ളത്. ഇവിടെ വരുന്ന ഓരോ രോഗികളും ഇവിടുത്തെ മഖാമിൻ്റെ സയ്യിദ് മുഹമ്മദ് ഫക്കീർ ഉപ്പാപ്പയുടെ മുകളിൽ വെച്ച കൊടി രോഗിയുടെ തലയിൽ വെച്ചാൽ അവർ പൈശാചികമായ ഉപദ്രവങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അത് അളകി എവിടുന്നാണ് വന്നത്, എത്ര വർഷമായി വന്നത്, അതൊക്കെ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞ് പല പ്രശ്നങ്ങളും ഇവിടെ പരിഹാരം കണ്ടിട്ടുണ്ട്. ഏർവാടിയിൽപ്പെട്ട ഇബ്രാഹിം ബാദിഷ തങ്ങളുപ്പാപ്പാൻ്റെ സേവകനായിരുന്നു എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇത്രക്കും പ്രസിദ്ധമായ മഖാമ് ഇവിടെ ഉണ്ട് എന്നത് പേര് വെളിപ്പെടുത്തിയത് വലിയുല്ലാഹി അന്തൂർപ്പാപ്പയായിരുന്നു. ഇവിടുത്തെ കുത്തുബിയത്ത് തുടക്കം കുറിച്ചത് മഹാനവറുകളാണ്. പാപ്പയുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് പതാക ഉയർത്തൽ കല്ലൂർ മസ്താൻ ഉപ്പാപ്പയായിരുന്നു. എല്ലാ വർഷവും കുംഭം 1-നാണ് ഇവിടെ നേർച്ച നടക്കുന്നത്. ഈ വർഷം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 7 മുതൽ 13 വരെയാണ് ഉറൂസിൻ്റെ തുടക്കം കുറിക്കുന്നത്. നാളെയാണ് സയ്യിദ് ഹാരിസ് തങ്ങളുടെ നേതൃത്വത്തിൽ സിയാറത്തും തഖിയുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും മറ്റു ഓരോ ദിവസവും പ്രഭാഷണവും മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. മഹാനവറുകൾ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരാളായിരുന്നു. പിന്നെ ഉസ്താദെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഉസ്താദ് പറഞ്ഞു ഇവിടുത്തെ കൊടി അല്ലേ, പൈശാചികമായ ഷർറുകളെ പ്രത്യേകിച്ച് നമ്മൾ സിയാറത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ പലരും പറയാറുണ്ട് ഉസ്താദെ പൈശാചികമായ ഷർറുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ സിഹർ മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പല രൂപത്തിൽ. അങ്ങനെ പൈശാചിക ഷർറുള്ള ആളുകൾക്ക് ഉസ്താദ് നേരത്തെ പറഞ്ഞു വലിയ ഫലമാണ് ഇവിടുത്തെ കൊടി. ഇവിടുത്തെ മുമ്പ് വന്നപ്പോഴും ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞൊരു കാര്യമാണത്. ഇവിടുത്തെ കൊടി പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ, അത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് പൈശാചിക ഷർറുണ്ടെങ്കിലും അൽഹംദുലില്ലാ അവർ ഇളകി അത് കൃത്യമായി ഇവിടുന്ന് റാഹത്തായ നിലക്ക് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഉസ്താദിൻ്റെ അനുഭവം അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു അടുത്ത് അങ്ങനെ എന്തെങ്കിലും ഉസ്താദിൻ്റെ അനുഭവം അങ്ങനെ? പിന്നെ ചാവക്കാട് നിന്നൊരു സ്ത്രീ വന്നിരുന്നു. കുറേ കാലമായി വീട്ടിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ആയിട്ട് പലവരും കണ്ടു, മാറിയില്ല. യൂട്യൂബിൽ കണ്ട അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എത്തിയതിനു ശേഷം വിഷയങ്ങൾ സംസാരിച്ച് കൊടി വെച്ചിട്ടില്ല, അപ്പക്കന്നെ ആള് വീണുപോയി. വീണതിന് ശേഷം കുറച്ചാളകി വിഷയങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ വന്നിട്ട് 8 വർഷമായി. അപ്പോൾ ഈ കുടുംബം മൊത്തം നശിപ്പിക്കാനാണ് ഞാൻ വന്നത്. അങ്ങനെ ഇവിടെ വന്ന് അരമണിക്കൂറോളം വിഷയങ്ങൾ സംസാരിച്ച് തീർന്നതിന് ശേഷമാണ് ഇവിടുന്ന് ആ കുടുംബം പോയത്. അതിന് ശേഷം ആ പെണ്ണിന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മാഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ 2-3 വർഷം മുമ്പാണ് ഇവിടുത്തെ വീഡിയോ അത് ചെയ്തത്. അന്ന് മക്കാമി രൂപത്തിലല്ല, പഴയ രൂപത്തിലാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ധാരാളം ഫലങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഇപ്പോൾ ഇവിടെ ഓരോ ഉസ്താദുമാർ മാറി വരുമ്പോഴും ഞാനുമായി ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് വലിയ ഫലങ്ങളാണ്. പ്രത്യേകിച്ച് കാരണം ഏർവാടി ഉപ്പാപ്പാൻ്റെ കാലക്കാരാണല്ലോ. അപ്പോൾ ഉപ്പാപ്പാൻ്റെ ആ ഒരു നോട്ടം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏർവാടി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പോയി അളകുന്നതും അളകി അങ്ങനെ ആ പിശാചിനെ കൊന്ന് എല്ലാ നിലക്കും റാഹത്തായിട്ട് വരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്തരത്തിലാണ് അതേ ഒരു ഫലം. ഇപ്പോൾ ഏർവാടി പോകാൻ കഴിയാത്ത ആളുകൾ, അത്രയും ദൂരം ഒന്നും പോകാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ ഈ തൃശ്ശൂരിൻ്റെ പരിസരം അതല്ലേ മാഷാ അല്ലാഹ്. ഇബ്രാഹിം ബാദിഷ അവിടെ കേസിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പറഞ്ഞ പല പേർവാടിയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് പോയാൽ പറയും മുല്ലക്കർക്ക് പോയാൽ പറയും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നിവരും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഏതായിരുന്നാലും ഏർവാടിയുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതേപോലെ തന്നെ ഏർവാടിയിലുള്ള അതേപോലെ തന്നെ ഇവിടെ വന്ന് പൈശാചികമായ ഷർറുള്ള ആളുകൾ ഇളകുന്നുണ്ട്. ഇളകിയ അനുഭവങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്, വെറുതെ പറയല്ല. അപ്പം ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ തൃശ്ശൂർ പരിസരത്തുള്ള ഈ ഒരു മുല്ലക്കര മക്കാമിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രയാസപ്പെടുന്ന ആളുകൾ വരാൻ പറ്റുന്നവരൊക്കെ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇവിടെ നടക്കുന്ന മജ്‌ലിസുകൾ സുബഹി നിസ്കാരത്തിന് ശേഷം മഹാനവറുടെ പേരിൽ ഫാത്തിഹ ഓതി
യാസീൻ ഓതി ദ്വാരക്കുന്നുണ്ട്. എല്ലാ ദിവസവും സുബഹിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ്. പിന്നെ അസറിൻ്റെ ശേഷം മൗലിദ് പാരായണം നടക്കുന്നുണ്ട്. പിന്നെ മാസത്തിൽ സ്വലാത്ത് മജ്ലിസ് മാസത്തിൽ രണ്ടാമത്തെ വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ്. അതുപോലെ എല്ലാ ഞായറാഴ്ചയും മഗ്‌രിബിന് ശേഷം കുത്തുബിയത്തുണ്ടല്ലോ. മാഷാ അല്ലാഹ്. നമ്മള് ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അങ്ങനെ ഭക്ഷണം കിറ്റ് കൊടുക്കും. അപ്പോൾ പലരും ഇപ്പോൾ ഓരോരുത്തർ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് അനുഭവമുള്ള ആളുകളൊക്കെ അതിലേക്ക് ഭക്ഷണം നൽകുന്നത്. മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. കുത്തുബിയത്ത് മജ്ലിസിലും അതുപോലെ തന്നെ സ്വലാത്ത് മജ്ലിസിലും അപ്പോൾ അതൊക്കെ നടന്നു പോകുന്നത് അൽഹംദുലില്ലാ. ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് അനുഭവങ്ങളുള്ള ആളുകൾ അല്ലേ, അവരുടെ ആവശ്യങ്ങൾ നിറവേറാനൊക്കെ വേണ്ടി നേർച്ചയാക്കും. അൽഹംദുലില്ലാ. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറിയിട്ടാണ് അവരൊക്കെയാണ് ഈ ഇതിലേക്ക് ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടുത്തെ മജ്ലിസുകൾ അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ നേർച്ച പരിപാടികൾ അതേപോലെ തന്നെ ഇവിടുത്തെ ഇനി മക്കാമിൻ്റെ പുനർനിർമ്മാണ പരിപാടികൾ ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് സഹായിക്കുക. നേർച്ചകൾ കൊടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ അത് കൊടുക്കുക. വന്ന് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കാനും കൂടെ ശ്രമിക്കുക. അല്ലാഹു തആല ഈ മഹാൻ്റെ മദദ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഉസ്താദ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ കൊടിമരം, ഇവിടുത്തെ ഇവിടുത്തെ ചെറിയൊരു അത്ഭുതമാണ് അൽഹംദുലില്ലാ. ഇവിടുത്തെ കൊടിമരം, നമ്മൾ സാധാരണ കൊടിമരം എന്ന് പറയുമ്പോൾ മരം ഉണ്ടാവാറില്ല. നമ്മൾ ഇരുമ്പിൻ്റെ ഒരു കൊടിയൊക്കെയാണ് വെക്കല്. ഇവിടുത്തെ കൊടിമരം എന്ന് പറഞ്ഞാൽ മരം തന്നെയാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ കൊടിമരം അല്ലേ? ഇവിടുത്തെ ഇത് പറഞ്ഞാണ് സാർ, ഇത് സാധാ എത്ര പ്രായം ചെന്ന ആൾക്കാരോടും ഈ കൊടിമരത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് ഇതിൻ്റെ പ്രായം പൊക്കതിയുമല്ല. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഇതിങ്ങനെയാണ് ഉള്ളത്. ഈ മരം എന്നത് സാധാരണ ഒരു നാട്ടിലുപയോഗിക്കുന്ന പൂളമരം എന്നാണ് ഈ മരത്തിന് അറിയപ്പെടുന്നത്. ഈ മരം തെഴുത്ത് കൊമ്പുകൾ വന്ന് ഈ ഉറൂസുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഇതിന് കൊമ്പ് നീക്കം ചെയ്തത്. നല്ല തണൽ കിട്ടുന്ന ഒരു മരമാണ് ഇത്. കാലങ്ങളായി ഇതിന്മേലാണ് ഞങ്ങൾ കൊടി ഉയർത്തുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഓൾസായിട്ടാണ് കാണുന്നത്. താഴോട്ട് വരെ ഓൾസാണ് ഇതിന്. മാഷാ അല്ലാഹ്. അപ്പോൾ ഒരു അത്ഭുതം തോന്നി, അതുകൊണ്ടാണ് നിങ്ങളൊന്ന് കാണിച്ചത്. മാഷാ അല്ലാഹ്. നാളെയാണ് ഇതിൻ്റെ പതാക. നാളെ ഫെബ്രുവരി 2025 ഫെബ്രുവരി 7-ാം തീയതിയാണ് ഇവിടുത്തെ കൊടിയുയർത്തൽ. തഖിയുദ്ദീൻ തങ്ങളാണ് നൽകുന്നത്. ഇവിടുത്തെ മക്കാമിൻ്റെ ഉറൂസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 7 ദിവസത്തോളം ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. നമുക്ക് ഈ പരിസരത്തിലുള്ള അല്ലെങ്കിൽ ഈ മക്കാമായി ബന്ധപ്പെട്ട ആരോട് ചോദിച്ചാലും അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് അനുഭവങ്ങളും അതേപോലെ തന്നെ പലർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ കൻ്റെ പേരെന്താ? എൻ്റെ പേര് സെയ്ദ് അലവി എന്നാണ് പേര്. അലവിക്കാന്ന് വിളിക്കും. അതെ, ഞാനിവിടെ 10-25 വർഷമായി ഈ ലൈറ്റിന്റെ വർക്കുമായിട്ട് ഇവിടെ വരുന്നു. അതെ, നേർച്ചയുമായി ബന്ധപ്പെട്ട് ലൈറ്റ് സൗണ്ട് 25 വർഷമായി ഈ നേർച്ചയായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ ഇതിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഞാൻ ഇവിടെ ഒരു 25 വർഷമായി ഇവിടെ വരാൻ തുടങ്ങി. ഇതുവരെ ഒരു നല്ല അനുഭവങ്ങളാണ് എനിക്ക്. ഇവിടുത്തെ കമ്മിറ്റിക്കാരുമായിട്ടൊക്കെ നല്ല ഇഷ്ടമാണ്. ഇവിടെ ഒരു സിദ്ദിഖ് ഇതുപോലത്തെ ആളുകളൊക്കെ ഒരുപാട് ആളുകളായിട്ട് ബന്ധമാണ്. പാപ്പിജാനിയായിട്ട് എനിക്ക് വളരെ അടുപ്പാണ് ഇവിടെ. അതുകൊണ്ട് ഞാനിവിടെ വരാറുണ്ട്. വന്നാൽ ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞാനിവിടെ അങ്ങനെ കണക്ക് പറഞ്ഞ് കാശൊന്നും തരില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ ഒരാൾ നിങ്ങളോട് പറഞ്ഞ അനുഭവം. ഇതിവിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ മുമ്പ് ഭരിച്ചിരുന്ന ഒരു കോനാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ആളുണ്ടായിരുന്നപ്പോൾ ഇവിടെയൊക്കെ പൊന്ത പിടിച്ച് കിടക്കുകയായിരുന്നു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നോട് ഇങ്ങനെ ഓരോ ചോദിച്ചറിഞ്ഞു ഇവിടുത്തെ കഥകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ ഇവിടെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന സമയത്ത് ഈ കോനാർ എന്ന് പറഞ്ഞ ആൾ ഇവിടുത്തെ ഒരു ഭരണാധികാരിയായിരുന്നു. ആ ഭരണാധികാരി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മഹാന് ഇവിടെ കിടക്കുന്നുണ്ട് അയാൾക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു. സ്വപ്നം കാണിച്ചപ്പോൾ അയാൾ പിന്നെ അതൊരു പോയി സ്വപ്നമായിട്ട് മാറി. അങ്ങനെ 2-3 ദിവസം അടവിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാളുടെ കുറേ മൃഗങ്ങളുണ്ടായിരുന്നു. മൃഗങ്ങളെയൊന്നും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ മൃഗങ്ങളെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ സ്ഥലത്തിന് ഇവിടെ തീ കൊടുത്താൽ അവിടെ കത്തും. അപ്പോൾ ആ സ്ഥലം ഞാൻ കിടക്കുന്ന സ്ഥലം മാത്രം എന്ത് ചെയ്യൂല, കത്തൂല. അപ്പോൾ അങ്ങനെ തീ കൊടുത്താലും വരും. അപ്പോൾ എൻ്റെ മൃഗങ്ങളൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂന്ന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ മൂപ്പര് ഇവിടെ കത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മാത്രം കത്തിയില്ല. അങ്ങനെ അയാളുടെ എല്ലാ മൃഗങ്ങൾ മുഴുവൻ അയാളുടെ തൊഴുത്തിലേക്ക് എല്ലാവരും വന്നു ചേർന്നു.
അങ്ങനെ ഒരു ഭയങ്കര ഒരു അത്ഭുതം കാണിച്ചു. അയാൾ പറഞ്ഞു തന്നാണ് എനിക്ക്. ആ വീട്ടിലാണോ, അടുത്തുള്ള ആളല്ലേ, 4ാമത്തെ വീട്ടിലാണ്. അയാളിപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അയാൾ മരിച്ചിക്കണോ? അയാൾ മരിച്ചില്ലല്ലോ. അയാൾ മരിച്ചു. അങ്ങനെ അയാൾ എനിക്ക്, ഞാൻ ഈ ട്യൂബ് കെട്ടാൻ കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എനിക്ക് ഇങ്ങനെ, ആൾക്കൊരു 90 വയസ്സിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ അയാൾ എനിക്ക് ഈ കഥകളൊക്കെ പറഞ്ഞ് മാതിരിയാണ് മഹാൻ്റെ കഥ, അങ്ങനെ കറാമത്ത് കാണിച്ച ആളാണ് എന്ന് പറഞ്ഞു. ഞാൻ മൂപ്പരോട് സംസാരിച്ച് പിന്നെ ഞാൻ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് വന്നപ്പോൾ മൂപ്പരില്ല, മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മൂപ്പരെ കണ്ടിട്ടില്ല. അവരെ മക്കളും കുട്ടികളൊക്കെ അതിൽ താമസം. അപ്പോൾ അവരിവിടെ കുറേ മുമ്പ് താമസമുള്ള ആളാണ്, ഒരു പാടായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. മൂപ്പരാണ് ചരിത്രം പറഞ്ഞത്. പിന്നെ നമ്മളൊക്കെ ഇങ്ങോട്ട് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുമ്പോഴും അതേപോലെ തന്നെ പാലക്കാട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കറക്റ്റ് ഇവിടേക്ക് വരാനുള്ള ബസ്സിനൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. വണ്ടി നിർത്ത് ബസ്സിന് ഇങ്ങനെ യാത്ര ചെയ്ത് ഒറ്റക്കായിട്ടും അല്ലാതൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇപ്പോൾ വണ്ടി എടുത്ത് വരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ആളാണ്. അപ്പോൾ അവർ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ എവിടെ ഇറങ്ങണം? പാലക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ എവിടെ ഇറങ്ങണം? ഒരു ഭാഗത്തുനിന്ന് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് റൂട്ടാണ് ഇത് വരുന്നത്. പാലക്കാട് റൂട്ട് നമ്മൾ തൃശ്ശൂർ മണ്ണുത്തി കഴിഞ്ഞ് ശേഷം തൃശ്ശൂരിന് ഏത് ബസ്സിൽ കയറണം? തൃശ്ശൂർ പീച്ചി ഡാം ബസ്സിൽ കയറാം, പീച്ചിക്ക് പോണ ബസ്സിൽ കയറാം, പാലക്കാടിക്ക് പോണ ബസ്സിൽ കയറാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മണ്ണുത്തി കഴിഞ്ഞതിന് ശേഷം മുല്ലക്കര തോട്ടപ്പടി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. അതൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിന്റെ മുകളിലേക്ക് കയറേണ്ട താഴത്തോടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തോട്ടപ്പടി ഇറങ്ങി കഴിഞ്ഞാൽ കഷ്ടി ഒരു 150 മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ ഇവിടെ. ഇനിയിപ്പോൾ പാലക്കാട് നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മുടിക്കോട് കഴിഞ്ഞതിന് ശേഷം മുല്ലക്കര. പാലക്കാട് നിന്ന് വരുമ്പോൾ ഏത് ബസ്സിൽ കയറണം? പാലക്കാട് നിന്ന് തൃശ്ശൂർ ബസ്സിൽ കയറാം. എന്നിട്ട് അവിടെ നിന്ന് മുല്ലക്കര വന്നിറങ്ങാം. മുല്ലക്കരയിൽ നിന്ന് പിന്നെ 100-150 മീറ്റർ. അല്ല, മുല്ലക്കര തോട്ടപ്പടി അത് പ്രത്യേകം പറയണം. മുല്ലക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ മണ്ണുത്തി കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മൾ മുല്ലക്കര എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് മുല്ലക്കര, അതേപോലെ മുളയ് റോഡ്, ആറാങ്കല്ല്, തോട്ടപ്പടി, ടീടിപ്പടി അങ്ങനെ ഉണ്ട്. അതിൽ നമ്മൾ തോട്ടപ്പടി കറക്റ്റ് ഇറങ്ങിയാൽ കുറച്ച് നടക്കാനുള്ള 100-150 മീറ്റർ ഇൻഷാല്ലാ. കഴിയുന്ന ആളുകളൊക്കെ ഉറൂസിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും അതുപോലെ തന്നെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇൻഷാല്ലാ ഈ നമ്പറുകളിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, നേർച്ചൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഉറൂസിൻ്റെ കാര്യങ്ങളും, നിങ്ങൾക്ക് പ്രത്യേകം പൈശാചികമായ മറ്റു ഷർറുകളൊക്കെ കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ പ്രത്യേകം മക്കാമിൽ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്തണമെങ്കിൽ ഇൻഷാല്ലാ അതൊക്കെ ഇൻഷാല്ലാ ഇവിടുത്തെ ആളുകളുടെ നമ്പർ, ഉസ്താദിൻ്റെയും കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും നമ്പർ ഇൻഷാല്ലാ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഷാല്ലാ ബന്ധപ്പെട്ട് വരാവുന്നതാണ്. ഈ മക്കാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുഅ്മിനുകൾ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ആദ്യം ഈ മക്കാമ് ചെറിയ ഒരു ചെറിയൊരു കുടിസായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഫസ്റ്റ് ആ സമയത്ത് വന്നപ്പോൾ ചെറിയൊരു മക്കാമായിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് സിയാറത്ത് ചെയ്യാൻ അങ്ങനെ വലിയ പ്രയാസമുള്ള കുടിസായ സ്ഥലമായിരുന്നു. അൽഹംദുലില്ലാ ആ രൂപത്തിൽ നിന്ന് മാഷാ അല്ലാഹ് വളരെ വിശാലമായി എല്ലാവർക്കും, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും സിയാറത്ത് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുത്തെ മജ്ലിസുകൾക്കും മറ്റൊക്കെ ആയിട്ട് വലിയ വിശാലമായ രൂപത്തിൽ മാഷാ അല്ലാഹ് മക്കാമിൻ്റെ പുതിയ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയും കുറച്ചും കൂടെ പണികളും കൂടെ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് പാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ട് അത് പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹം ഉണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്നവരെല്ലാവരും ഇതിലേക്ക് സഹകരിച്ച് ഈ പണി പൂർത്തീകരിച്ച് ഒരു ദുനിയാവും ആഖിറത്തിലും നമുക്കൊരു വലിയ മുതൽക്കൂട്ടായി നേടാൻ വേണ്ടി അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞതുപോലെ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ മക്കാമിൻ്റെ ഇനി കുറച്ചും കൂടെ പണികൾ ബാക്കിയുണ്ട്. അൽഹംദുലില്ലാ അതിലേക്ക് കഴിയുന്ന സാമ്പത്തികമായിട്ട് കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ മഹാനവറുകളുടെ ഈ മക്കാമിൻ്റെ ഒരു പുനർനിർമ്മാണ പരിപാടിയിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നല്ലൊരു സഹായം കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്ന ആളുകളുടെയും ഇവിടെ വന്ന് ഓരോരുത്തരും പരിശുദ്ധ ഖുർആനൊക്കെ ഓതുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ ഒരു മിഥിൽ അതിൻ്റെ സവാബ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയോ മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടോ അവരൊക്കെ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഭാവന, നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സംഭാവന ഉപ്പാപ്പാൻ്റെ ഈ മക്കാമിൻ്റെ പുനർനിർമ്മാണ പരിപാടിയിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അല്ലാഹു തആല സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എന്നാൽ വേഗം സിയാറത്ത് ചെയ്തിട്ട് നമുക്ക് പോകാം. നമുക്ക് ചെറിയ സിയാറത്ത് ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഈ മക്കാമിലെ ആൾക്കാണെങ്കിലും പല മക്കാമുകളിലേക്കും നേർച്ചകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഈ സിയാർത്ത് യാത്രകളിലേക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതുപോലെ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് പ്രത്യേകം ഒന്ന് ദുആ. الحمد لله رب العالمين آمين آمين في نعمه يكافئ مزيدا آمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا اللهم صل وسلم وبارك عليه الفاتح لما غلق والخاتم لما سبق والناصر الحق بالحق وهادي إلى صراطك المستقيم وعلى آله حق قدر المقدار العظيم آمين يا ملك الملوك يا الله ഞങ്ങൾ ഓതിയതിന്റെ വിശേഷ സവാബ് ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹദ്റത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ആമീൻ അബ്ദുൽ ബദ്രീങ്ങളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ആമീൻ ബാപ്പയുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ആമീൻ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ആമീൻ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ് ആമീൻ നല്ല സമാധാനം നൽകണേ അല്ലാഹ് ആമീൻ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ് ആമീൻ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ദ്വാരക്കാൻ ആരെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ് ആമീൻ വീട്ടിക്കൊടുക്കണേ അല്ലാഹ് ആമീൻ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഉപ്പാപ്പയുടെ കാവൽ അവരിലേക്കും ഞങ്ങളിലേക്കും ആമീൻ 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 ചെയ്യുന്ന ഓരോ ജോലികളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് ആമീൻ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് ആമീൻ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന സ്വത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് രൂപത്തിൽ സമ്പാദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ മഖാമിലേക്ക് സംഭാവന നൽകിയവരുണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖിനെ നീ നൽകണേ റഹ്മാനേ റഹ്മാനായ റബ്ബേ ആഖിബത്തോടു കൂടി ഈമാനോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് റബ്ബനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ആമീൻ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ ആമീൻ برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على سيدنا محمد وآله وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جبل السلام عليكم يا ولي الله